ഈ വർഷത്തെ +1 പ്രവേശനത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. +1 പ്രവേശനത്തിൻ്റെ ഒന്നാം ഘട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അഡ്മിഷന് വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടത്, സ്കൂളുകളിൽ നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ എടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അതിനകത്ത് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഏകദേശം എവിടെയാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ നേരത്തെ പരിശോധിച്ച അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പരിശോധിക്കേണ്ടത്. സൈറ്റ് നിങ്ങൾക്കറിയാം, www.admission.dge.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറാം. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ DHSE എന്നുള്ള സൈറ്റിൽ കയറി HSCAP എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ സൈറ്റിനകത്ത് എത്താൻ വേണ്ടി കഴിയും. HSCAP എന്നാണ് സൈറ്റിൻ്റെ പേര്. ഇനി അതിനകത്ത് കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾ കയറി നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട്, അതിൻ്റെ എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. 2 പേജുള്ള അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ. നോക്കൂ, ഇനി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കൂളിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ പ്രിൻ്റ് ലഭ്യമാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രവേശനം 2 തരത്തിലുള്ള പ്രവേശനം നമുക്ക് നേടാവുന്നതാണ്. ഒന്ന് സ്ഥിരമായിട്ടുള്ള പ്രവേശനവും മറ്റൊന്ന് താൽക്കാലികമായിട്ടുള്ള പ്രവേശനവും, ടെമ്പററി പെർമനൻ്റ് അഡ്മിഷൻ നമുക്ക് എടുക്കാം. ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ ഇല്ല, അത് സ്ഥിരമായിട്ടുള്ള അഡ്മിഷൻ തന്നെ എടുത്തിരിക്കണം. എന്നാൽ ഒരു കുട്ടിക്ക് തൊട്ട് താഴെയുള്ള ഫസ്റ്റ് ഓപ്ഷന് പകരം തൊട്ട് താഴെയുള്ള ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ സ്കൂളിനകത്ത് പോയി നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ്. സ്ഥിരപ്രവേശനവും താൽക്കാലിക പ്രവേശനവും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഫീസ് അടക്കേണ്ടതില്ല എന്നുള്ള ഒറ്റ കാര്യം ഒഴിച്ച് ബാക്കിയുള്ള പ്രവേശന രീതികളൊക്കെ 2 പ്രവേശനത്തിനും തുല്യമാണ് എന്ന് ഓർമ്മിക്കുക. നോക്കൂ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിനകത്ത് കിട്ടിയിട്ടുള്ള അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള TCയും കണ്ടക്ട് സർട്ടിഫിക്കറ്റുമാണ് മറ്റൊന്ന് വേണ്ടത്. TCയും നിങ്ങളുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ രണ്ടാമത്തെ രേഖയായിട്ട് നിങ്ങൾ കരുതണം. മൂന്നാമത്തെ രേഖ എന്ന് പറയുന്നത് SC ST OEC വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ അവരുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. മറ്റ് വിഭാഗങ്ങൾക്ക് യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും തന്നെ വേണ്ടതില്ല എന്ന് ഓർമ്മിക്കുക. മറ്റൊന്ന് SSLCയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ്. അപ്പോൾ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല, എന്നാൽ നെറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കോപ്പി ഇതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ നിങ്ങൾ പ്രവേശനത്തിൻ്റെ സമയത്ത് ഹാജരാക്കുന്നത് നല്ലതാണ്. ഇനി മറ്റ് ബോണസ് പോയിന്റിന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബോണസ് പോയിന്റ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈ ബ്രേക്കിംഗ് പോയിന്റിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് കലോത്സവം, ശാസ്ത്രമേള, സ്പോർട്സ്, LSS, USS, NMMS, SPC, അതുപോലെ തന്നെ ഗൈഡ്സ്, രാജ്യപുരസ്കാർ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അങ്ങനെയുള്ള ലിറ്റിൽ കൈറ്റ്സ്, JRC പോലെയുള്ള ഏതിനെങ്കിലും നിങ്ങൾ ബോണസ് പോയിന്റിനോ ടൈ ബ്രേക്കിംഗ് പോയിന്റിനോ അപേക്ഷയിൽ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ രേഖകൾ നിങ്ങൾ ഹാജരാക്കണം. ആ ഒറിജിനൽ രേഖകൾ കൂടി ഇതിൻ്റെ കൂടെ പ്രവേശനത്തിൻ്റെ കൂടെ നിങ്ങൾ എടുത്തു വെക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടത്. എന്നാൽ CBSE സ്ട്രീമിൽ പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കരുതണമെന്നുള്ളതാണ്. EWS വിഭാഗത്തിനകത്ത് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കുട്ടികൾ അതിൻ്റെ വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ള EWSൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട രേഖകൾ, നിങ്ങൾക്ക് അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങളതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കണം. താൽക്കാലികമായിട്ട് പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനങ്ങൾ എടുക്കുമ്പോൾ
മുകളിലുള്ള 4 സ്കൂളുകളിൽ ഏതെങ്കിലും 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൂടിയുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ 4-5 ഓപ്ഷൻ കൊടുത്തിട്ട് 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ മുകളിലുള്ള 4 ഓപ്ഷനിലേക്ക് 2ാമത്തെ ഓപ്ഷൻ നിലനിൽക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക അപേക്ഷാ ഫോറത്തിനകത്ത് നിങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ചേരുന്ന സ്കൂളിൽ നിങ്ങൾക്ക് അത് കൊടുത്ത് ആ 2ാമത്തെ ഓപ്ഷൻ റദ്ദ് ചെയ്യാം. വേണമെങ്കിൽ അതായത് ഓപ്ഷൻ റദ്ദ് ചെയ്യാനുള്ള മുകളിലുള്ള ഓപ്ഷൻ റദ്ദ് ചെയ്യാനുള്ള അവസരം കൂടി താൽക്കാലികമായിട്ട് ചേരുന്നവർക്ക് ഉണ്ട് എന്ന് ഓർമ്മിക്കുക. ഇനി പ്രവേശനത്തിന് തീയതി എന്ന് പറയുന്നത് 5, 6, 7 ജൂൺ 5, 6, 7 തീയതികളിലാണ് നിങ്ങൾ പ്രവേശനം നേടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പിന്നീട് സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ഇപ്പോൾ ഡേറ്റ് വന്നിട്ട് 24 ജൂൺ 24 സ്കൂൾ ഹാജരായാൽ മതി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുട്ടികൾ താൽക്കാലികമായിട്ട് ചേരുന്ന കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. ജൂൺ 12 സെക്കൻഡ് അലോട്ട്മെന്റ്. അതിനുശേഷം ജൂൺ 19 തേർഡ് അലോട്ട്മെന്റ് കൂടി വരുന്നതോടുകൂടി മാത്രമേ ഒരു കുട്ടിക്ക് എവിടെയാണ് ഏത് സ്കൂളിനകത്താണ് ഏത് കോമ്പിനേഷനാണ് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ 19-ാം തീയതി തേർഡ് അലോട്ട്മെന്റിനകത്ത് സ്ഥിരമായിട്ടുള്ള പ്രവേശനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികൾ നിരാശരാവേണ്ടതില്ല. നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്കൂളിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിരാശരാവേണ്ടതില്ല. എന്നാൽ ഇപ്പോൾ അലോട്ട്മെന്റിൽ ഒരു സ്കൂളിനകത്തും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ അവരും നിരാശരാവേണ്ടതില്ല. അവർ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം. തേർഡ് അലോട്ട്മെന്റിനും അവർ വെയിറ്റ് ചെയ്യുക. അവർ ഉദ്ദേശിക്കുന്ന സ്കൂളിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവേശനം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതെന്ന് അവസാനത്തെ അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി കിട്ടാത്ത കുട്ടികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഓർക്കുക. 5, 6, 7 തീയതികളിലാണ് ആദ്യഘട്ട പ്രവേശനം. ഈ രേഖകളൊക്കെ തയ്യാറാക്കി അതിൻ്റെ കൂടെ സർക്കാർ നിർദ്ദേശിക്കുന്ന ഫീസ് കൂടി അടച്ചുകൊണ്ടാണ് സ്ഥിരപ്രവേശനം നേടേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് ഓരോ തയ്യാറെടുപ്പുകളായി ഓരോ സർട്ടിഫിക്കറ്റുകളായി എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രവേശനം ലഭിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു.